ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേ ബി ഈ വീഡിയോ ശകലം ലെങ്തി ആയിരിക്കും, കാരണം കുറേ കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മിഡ് ക്യാപ്പിലോട്ട് വരാം. ഓക്കെ, അപ്പം ക്ഷമയുള്ളവർ മാത്രം കേൾക്കാനിരുന്നാൽ മതി കേട്ടോ. നമ്മൾ മിഡ് ക്യാപ്പും അടുത്ത ആഴ്ച നമ്മൾ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആണ്. അപ്പം മിഡ് ക്യാപ്പും നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യം മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയാം. മിഡ് ക്യാപ്പ് നമ്മളിപ്പോൾ ഈ മിഡ് ക്യാപ്പിൻ്റെ വീക്ക്ലി ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം വലിയൊരു ഭീകരമായിട്ടുള്ളൊരു ഫോൾ നമ്മൾ കണ്ടു, ശരിയല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, വളരെ വീക്ക്ലിയിൽ വളരെ സ്ട്രെങ്തി ആയിട്ടുള്ളൊരു വീക്ക്ലി ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, ഇത് നിങ്ങൾ ഈ വീക്ക്ലി ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ്. ബെയറിഷ് എൻഗൾഫിംഗ് മനസ്സിലായോ? ഇതായത് നോക്കിക്കേ, ഇതിനെ പച്ച മലയാളത്തിൽ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിനെ വിഴുങ്ങി എന്ന് തന്നെ പറയാം. അതിനാണ് എൻഗൾഫ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് ക്യാൻഡിലിനെ വിഴുങ്ങാൻ തക്ക സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാൻഡിൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഇത് റെഡ് ആയതുകൊണ്ട് ഇത് ബെയറിഷ് എൻഗൾഫിംഗ്. അപ്പം വീക്ക്ലി ബേസിസിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് മിഡ് ക്യാപ്പിനകത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഇനി ഇത് ഫർദറായിട്ട് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ മാർക്കറ്റിൽ ഇനി ഒരു സെൽ ഓഫ് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടം വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഏകദേശം 12,000 ആ റേഞ്ചിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ എൻഗൾഫിംഗ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. സപ്പോസ് തിങ്കളാഴ്ച അല്ല ഇവിടുന്ന് ഒരു ഗ്രീൻ ആണ് എങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഗ്രീൻ ആണെങ്കിൽ എന്താണ് നമ്മളുടെ ക്രൈറ്റീരിയ, എന്താ പഠിച്ചവർക്കറിയാം. 50% ഇത് ക്ലോസ് ചെയ്യണം. അത് 5 minutes ആയാലും 15 minutes ആയാലും 45 minutes ആയാലും 1 hour ആയാലും 1 day ആയാലും 1 week ആയാലും ക്രൈറ്റീരിയ എല്ലാം ഒന്ന് തന്നെ. നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിൽ നോക്കിയാലും ഏത് ടൈം ഫ്രെയിമിൽ നോക്കിയാലും ക്രൈറ്റീരിയ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ 5 minutes കണ്ടുകഴിഞ്ഞാലും ആ ക്യാൻഡിലിൻ്റെ 50% മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ ഇത് ഇൻവാലിഡ് ആവും, ഇല്ലെങ്കിൽ ഇത് വാലിഡ് ആണ്. എന്ന് പറഞ്ഞ പോലെ വീക്കിലിയും ഇതിന് 50% മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് ഇൻവാലിഡ് ആകത്തുള്ളൂ, ഇല്ലെങ്കിൽ എപ്പോഴും ഇത് വാലിഡ് ആയിരിക്കും. പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്കിനി മാറ്ററിലേക്ക് വരാം. ഇവിടെ അപ്പോൾ ഈ എൻഗൾഫിങ്ങിനെ നമ്മൾ പേടിക്കണം. അപ്പം തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫർദറായിട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ബിഗർ ടൈം ഫ്രെയിം ഒന്ന് നോക്കാം. നമുക്ക് ബിഗർ ടൈം ഫ്രെയിം നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ വീക്കിലി അല്ലേ നമുക്ക് ഒരു ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2023 മിഡിൽ മാർച്ച് ആയപ്പോൾ തുടങ്ങിയ റാലിയാണ് മിഡ് ക്യാപ്പിനകത്ത്. ഓക്കെ, 2023 തുടങ്ങിയ റാലിയാണ്. അത് ഇതുവരെ ആയിട്ടും കണ്ടിന്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കേ, ഇത് ഏകദേശം 2023 കണ്ടോ, 2023 ഏകദേശം മാർച്ച് സമയത്ത് തുടങ്ങിയ റാലിയാണിത്. ഇതിങ്ങനെ പോയി ചെറുതായിട്ടൊന്ന് വീണു, പിന്നെ മേലോട്ട് കയറി, ചെറുതായിട്ടൊന്ന് വീണു, പിന്നെ മേലോട്ട് കയറി. ഈ കാണുന്നത് നമ്മുടെ ഇലക്ഷൻ ഡേ എന്നുള്ള ഫോളാണ് ഈ ഒരു ക്യാൻഡിൽ. പിന്നെയും വീണു, പിന്നെ നെക്സ്റ്റ് ഡേ അതുപോലെ തന്നെ ഗ്യാപ്പപ്പ് കയറി, പിന്നെയും പോയി, പിന്നെയും വീണു, പിന്നെയും കയറി. ഇവിടെ ഒരു നല്ല ഫോൾ വന്നിട്ടുണ്ട് അല്ലേ, പിന്നെ ഇവിടെ തിരിച്ച് കയറി. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടം വരെ വന്നിട്ട്, ഇവിടം വരെ വന്നിട്ട് ഇത് നേരെ തിരിച്ചിങ്ങനെ പോകണം. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള പോക്ക് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഇതിൻ്റെ ഒരു പ്രീവിയസ് പാറ്റേൺ വെച്ചിട്ട് ഇതിങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഇതിൻ്റെ ഈ റാലി അവസാനിച്ച് ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരണം, വന്നാൽ നല്ലൊരു കറക്ഷൻ അതിൽ വരണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ റാലി കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് മേലോട്ട് തന്നെ പോകണം. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് നോക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, ഇതിനകത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ ഇതിനകത്ത് പ്ലോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നിങ്ങൾ വരയ്ക്കുന്നതൊക്കെ ശ്രദ്ധിച്ചണം കേട്ടോ.
ഇവിടെ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കൃത്യമായിട്ട് നമ്മൾ അത് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ? കൃത്യമായിട്ട് ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ഒന്നുകിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കണം. മനസ്സിലായി പറഞ്ഞ്? ഒന്നുകിൽ ഈ ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുക്കണം. ഈ ട്രെൻഡ് ലൈൻ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പണി പാളും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഡേയിലോട്ട് മാറാം. ഇതിപ്പോൾ വീക്കിലി ആയി കാണുന്നത്, നമുക്ക് ഡേയിലോട്ട് മാറാം. അപ്പോൾ ഞാൻ പറഞ്ഞു വീക്കിലി ഒരു എൻഗൾഫിംഗ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഡേയിലോട്ട് വരാം. ഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, അതുപോലെ തന്നെ ആ ട്രെൻഡ് ലൈൻ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. കണ്ടല്ലോ, ട്രെൻഡ് ലൈൻ ഇങ്ങനെ തന്നെ പോവാം. അപ്പോൾ നമുക്കിനി ലെവൽസ് ആണ് നോക്കണ്ടേ, ഇല്ലേ? നമുക്ക് ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഈ ക്യാൻഡിൽ ഇത് ഇവിടം വരെ വരണം. ഇവിടം വരെ ഒരു ബെയറിഷ് ട്രെൻഡ് വരുവാണെന്നുണ്ടെങ്കിൽ, ബെയറിഷ് കണ്ടിന്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വരെ പ്രതീക്ഷിക്കാം. അത് എവിടെ വരെ വരും? ആ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഏകദേശം അടുത്തത് മുട്ടുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ വരെ വരും. ഇവിടെ വരെ. ഇതാണ് അതിൻ്റെ പോയിൻ്റ്. ഓക്കെ, ഈ ഡേ ആണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങളിതൊന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങളിത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടുന്ന് ഇവിടം വരെ അടുത്ത ക്യാൻഡിൽ ഇവിടെ. ഓക്കെ, ഏകദേശം നമുക്കല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഡേയിലല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് അവിടെ ഒരു എന്താ പറയുന്നത്, ഒരു ബോക്സ് വരയ്ക്കാം. ഇതായിരിക്കും റേഞ്ച്. ഇപ്പോൾ സമാധാനമായല്ലോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റേഞ്ച്. ഇതിനകത്ത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകണം എന്നാണ് ഈ നിലവിലെ ചാർട്ടിൻ പ്രകാരം നമുക്കിതിനകത്ത് കാണുന്നത്. അതായത് ഈ ട്രെൻഡ് ലൈന് വന്ന് തട്ടി സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോകണം, ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് എത്രയാണ്? ഈ റേഞ്ച് എന്ന് പറയുന്നത് 1000, നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ച് എത്രയാണ്? ഏകദേശം 12,500, 12,450. ഓക്കെ, 12 എഴുതി കൂടെ വച്ചേക്കാം. അല്ല പിന്നെ നിങ്ങൾക്കിനി 12,450 to 500 ഈ ബേസ് ലൈൻ. നിങ്ങൾ ഈ കാണുന്ന ഈ ബേസ് ലൈനാണ് 12,450, 500. നിങ്ങളുടെ അതിൽ ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വന്ന് നേരെ തിരിച്ചു പോകണം. ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജി. ഓക്കെ, ഇനി നമ്മൾ മുകളിലോട്ടുള്ള ഇതിപ്പോൾ താഴത്തെ റേഞ്ച് കിട്ടിയല്ലോ. ഇനി ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ, ഇത് പൊട്ടിയാൽ, ഈ ട്രെൻഡ് ലൈൻ പൊട്ടി ഡേ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഇതാണ്. ഓക്കെ, ഇവിടെ തൽക്കാലം ഇവിടം വരെ മതി. ഇതിനപ്പുറം താഴോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രെൻഡ് ലൈൻ ഇതാണ്. ഇത് ട്രെൻഡ് ലൈൻ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലൈൻ ഇത്. ഇത്രയും സംഗതികളാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എത്ര വരെ വരും എന്നുള്ള കാര്യം നമുക്കത് നോക്കാം. ബോറടിക്കുന്നവർക്ക് കാണണ്ട, നിങ്ങൾക്ക് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 ആണ്. ഓക്കെ, 12,000 ലീസ്റ്റ് സപ്പോർട്ട്. അതിന് മുകളിൽ ഞാൻ പറഞ്ഞു 12,450, 500 ഈ റേഞ്ച് ഈ രണ്ടെണ്ണം. ഇനി മുകളിലത്തെ റേഞ്ച് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 13,235. അതാണ് മുകളിലത്തെ റെസിസ്റ്റൻസ്. ഇത്ര റെസിസ്റ്റൻസിൻ്റെ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, 13,235 മുകളിലോട്ടുള്ള. അതായത് വീക്കിലി ബേസിസിൽ നമുക്ക് നോക്കാനുള്ളത് ഇത്രയും ക്യാൻഡിലാണ്. അപ്പോൾ ഞാനത് അത്രയും വരയ്ക്കാം. ഓക്കെ, ഇത് മുകളിലത്തേത് 13,235 മുകളിലോട്ട്. താഴോട്ട് ഓൾറെഡി ഞാൻ ഇത് വരച്ചു. അടുത്തത് വരയ്ക്കാനുള്ളത് ഇതാണ്. ഓക്കെ, 12,019. ഓക്കെ, അപ്പോൾ നിങ്ങൾ 12,000 വെച്ചു, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ആഴ്ചത്തേക്കുള്ള റേഞ്ച്. മനസ്സിലായോ? ഈ റേഞ്ചാണ്. ഇതിനകത്ത് മാർക്കറ്റ് നിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് ഈ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ഈ ബേസ് ലൈൻ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് ഇതായിരിക്കും. എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും 13,235, 12,000. ഇത്രയും ഒരു വൈഡ് റേഞ്ചാണ്. 1,300 പോയിൻറ്റിൻ്റെ 1,250 പോയിൻറ്റിൻ്റെ റേഞ്ച് ഉണ്ട്. കാരണം
ഒരു വയലൻ്റ് മൂവ് എങ്ങോട്ടെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് എപ്പോഴും മിഡ് ക്യാപ്പിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴൊക്കെ നല്ല വയലൻ്റ് മൂവ് വന്നിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ മാർക്കറ്റ് തിരിച്ചു കയറിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മിഡ് ക്യാപ്പിനെ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. വൺ സൈഡ് ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട്. എങ്കിൽ തന്നെയും ഇവിടെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡേ ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് വരാം. സോറി, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് തിങ്കളാഴ്ച എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, തിങ്കളാഴ്ചത്തെ നമുക്കുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, സി പോവുകയാണെങ്കിൽ ഇതാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ഇതാണ് നമ്മുടെ തിങ്കളാഴ്ചത്തെ കഴിഞ്ഞ 12,794 സപ്പോർട്ട്. ഇത് ഓക്കെ, 658, 794 വലിയൊരു റേഞ്ചാണ് അല്ലേ. നമുക്ക് ഇത് എത്രല്ല ക്ലോസ് ചെയ്തേക്കുന്നത് നോക്കട്ടെ. 12,683 ക്ലോസ് ചെയ്തേക്കുന്നത്, 683. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് ഇതൊരു ചെറിയ റേഞ്ച് പോകണ്ട, ഇത് 12,730. ഓക്കെ, അതൊന്ന്. അടുത്ത റേഞ്ച് ഇത് അടുത്ത റേഞ്ച് ഇത്. ഞാൻ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കാണാം കേട്ടോ. നിങ്ങളല്ല നാളെ ഒന്ന് പറയില്ല ഇതെന്ന് പറയില്ല എന്ന് പറയില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ കളറെല്ലാം നമുക്ക് മാറ്റാം. ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട് ഇവിടെ. ഗ്രീന് സമാധാനത്തെ കാണുന്നവർ കണ്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ, കാരണം ഇനി ഇരക്കാനൊന്നും താല്പര്യമില്ല ആരോടും. ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഞാൻ മടുത്തു. അതുകൊണ്ട് ഇനി അങ്ങനൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, സൗകര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, സൗകര്യമുള്ളവർ മാത്രം ലൈക്ക് അടിച്ചാൽ മതി. ആരോടും ഇനി ഇരക്കുന്ന പരിപാടി നമ്മളില്ല, നിർത്തി പരിപാടി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി താഴോട്ട് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ താഴോട്ട് നമുക്ക് ഇതിനിടയ്ക്ക് ഒരു റേഞ്ച് കൂടെ വേണം നമുക്ക്, ഇല്ലേ. ഈ ഒരു റേഞ്ച് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുവാ നോക്കുന്നത്, ഒരു 45 മിനിറ്റ്സിലോട്ട് നോക്കാം. 45 മിനിറ്റ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാ ഇത് കൊള്ളാം, ഈ സംഭവം ഇത് കൊള്ളാം. ഈ റേഞ്ചിൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്യാനുള്ള 12,574 ഇത് കൊള്ളാം. അടുത്തത് ഇത് കൊള്ളാം, ഈ റേഞ്ച് കൊള്ളാം, ഈ റേഞ്ച് കൊള്ളാം. ശക്കലം കൂടെ ഇത്രയും മതി. ഇതിനകത്തിൽ ഇത് നമ്മുടെ ബേസ് ലൈനാണ്. ബേസ് ലൈൻ നോക്കിക്കോട്ടെ, കറക്റ്റ് ചെയ്യാനുണ്ടോ നോക്കട്ടെ. ഇത്രയും മതി. താഴെ ഇത് ഓക്കെ, ഇത്രയുമാണ് താഴത്തേക്കുള്ള ഇൻട്രാഡേ ലെവൽ. നാളത്തേക്കുള്ള തിങ്കളാഴ്ചത്തേക്കുള്ള ഇൻട്രാഡേ ലെവലാണിത്. പിന്നെ മറ്റേ വലിയ ലൈനോടെ കിടപ്പുണ്ട്. തൽക്കാലം ഈ ഇൻട്രാഡേ ലൈൻ ഇതാണ് നമ്മുടെ തിങ്കളാഴ്ചത്തെ ടാർജറ്റ്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. ഈ ബോക്സ് ട്രെൻഡ് ലൈൻ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ താഴോട്ട് വരച്ചേക്കാം, ഇതായിരിക്കും. ഓക്കെ, അത്രയും മതി. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പം ഇതിനകത്ത് നോ ട്രേഡിംഗ് സോൺ, 2 ബ്ലൂ ലൈനകത്തിൽ നോ ട്രേഡിംഗ് സോൺ, ഇതിനകത്ത് നോ ട്രേഡിംഗ് സോൺ, ഇതിനകത്ത് നോ ട്രേഡിംഗ് സോൺ. ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യണം. ചിലപ്പോൾ മിക്കവാറും ഗ്യാപ്പ് അപ്പിനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഡൗ ജോൺസ് 400 പോയിൻ്റ് അപ്പിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും സംഭവിക്കുന്ന അറിയത്തില്ല. എനിവേ, ഇത് അല്ലെങ്കിൽ ടാർജറ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുക, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിനകത്ത് ബ്രേക്ക് ചെയ്യാൻ നോക്കി വയ്ക്കുക. ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കിക്കുക, ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിരിക്കുക. അത് നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ അന്നേരം നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആരോയും കൂടെ വരച്ചേക്കാം. ഇനി ആരോ വരച്ചില്ല എന്ന് പറഞ്ഞ് ഇത് പ്രശ്നം വേണ്ട. ഓക്കെ, ആരോ അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട്
ഇതിൽ ഒരെണ്ണം കൂടെ വരച്ചേക്കാം നിങ്ങൾക്ക്. ഈ ലൈൻ ഓക്കെ, ഇത്രയാണ് മുകളിലോട്ടുള്ള ലൈനുകൾ. ഓക്കെ, അപ്പം ഇനി താഴോട്ടുകൂടെ വരയ്ക്കാം. ഓക്കെ, അടുത്ത് താഴോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1, രണ്ടാമത്തേത്, മൂന്നാമത്തേത്. ഇതാണ് താഴോട്ടുള്ള ലെവലുകൾ. ഓക്കെ, അപ്പം ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, കൂടുതൽ സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇൻഡെക്സ് വെയിറ്റേജ് കൂടെ നോക്കാം. ഓക്കെ, ഇനി ഇൻഡെക്സ് വെയിറ്റേജിനകത്തിൽ പിന്നെ ഇൻഡ് ഹോട്ടൽ അറിയാമല്ലോ. ഇൻഡ് ഹോട്ടൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. നമുക്ക് ഡേ ടൈം ഫ്രെയിം നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ഇതാ നോക്കാം, ഒരു നല്ല സ്ട്രെങ്ത് ക്യാൻഡിലാണോ നിൽക്കുന്നത്, കാരണം ഇത്രയും റാലി ചെയ്തു. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെയൊക്കെ വരാനുള്ള ഒരു സാധ്യത, ഇവിടം വരെയൊക്കെ വരാനുള്ള സാധ്യത ചിലപ്പം ഉണ്ട്. ഏതാ ഇൻഡി ഹോട്ടൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്തത് നമുക്ക് ഇവിടം വരെ, അടുത്തത് ഇവിടം വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്ത പിന്നെ ട്രെൻഡ് ലൈനാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കണ്ടു വേണം അതിനകത്ത് ചെയ്യാൻ. അപ്പോൾ നല്ല ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. അപ്പോൾ പെർസിസ്റ്റൻസ് സിസ്റ്റം അത് തന്നെ ഓൾ ടൈം ഹൈ എടുത്ത് നമ്മൾ വരച്ച ട്രെൻഡ് ലൈൻ വന്ന് സപ്പോർട്ട് നിൽക്കാൻ ഇവിടെ തിരിച്ച് റിവേഴ്സ് ചെയ്യുമോ ഇല്ലയോ, അതായത് ബ്രേക്ക് ചെയ്യുമോ നമ്മൾ നോക്കണം. കോഫോർജും ഓൾ ടൈം ഹൈ ആണ്, തിരിച്ച് റിവേഴ്സലാണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് HDFC AMC ആണ്. HDFC AMC ബെയറിഷ് മോഡിലാണ്. ഇത് ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ട്രെൻഡ് ലൈനകത്ത് കയറി പറ്റെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് മൊമെൻ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിഡ് ക്യാപ്പിനത് പറയാനുള്ളത്. നമുക്കിനിയും നമ്മുടെ നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. നിഫ്റ്റി നമുക്ക് വീക്കിലിയിലോട്ട് പോയി നോക്കാം. വീക്കിലി എന്താണെന്ന് കാണാൻ വല്ലതും ഉണ്ടോ? ഇല്ല. വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ഒരു വെടിക്കെട്ട് ബെയറിഷ് മർബോസുമാണ് നമ്മൾ വീക്കിലി ബേസിസിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഒരു ട്രെൻഡ് ലൈൻ വീക്കിലി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്ക്, വെരി ക്ലിയർ ആയിട്ട് കറക്റ്റ് അവിടെ വന്ന് സപ്പോർട്ട് എടുത്തേക്കുക. കണ്ടോ, കറക്റ്റ് ആ വീക്കിലി ക്യാൻഡിൽ അവിടെ വന്നാണ് സപ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് പൊട്ടിക്കുമോ എന്നുള്ളത് വേണം നമ്മൾ നോക്കാൻ. ഇത് പൊട്ടിച്ചാൽ പിന്നെ ഒരു ഫർദർ റാലി നമ്മൾ കാണേണ്ടി വരും. എത്ര വരെ? ഒരു 22,800 വരെയൊക്കെ ചിലപ്പം നമ്മൾ കാണേണ്ടി വരും. നമുക്കത് ഡേയിലോട്ടൊന്ന് മാറി നോക്കാം. നമുക്ക് ഡേയിലോട്ടൊന്ന് പോയി നോക്കാം. ഡേയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ നോക്കൂ, ഇതിനകത്ത് ഇനി അടുത്ത ഡേ ക്യാൻഡിലിനകത്തിൽ നമുക്കിനി താഴോട്ട് ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ചാൽ ഫസ്റ്റ് ഇതാണ്. ഓക്കെ, താഴോട്ട് പൊട്ടിച്ചാൽ ഫസ്റ്റ് ഇതാണ്. രണ്ടാമത്തേത് ഇതാണ്. മൂന്നാമത്തേത് പറയണമെങ്കിൽ മൂന്നാമത്തേത് ഇതാണ്. ഇതൊരു പ്രധാനപ്പെട്ട സംഭവം. 21,754. ഇതൊക്കെ നമ്മൾ വീക്കിലി ബേസിസിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ചാൽ ഫസ്റ്റ് 23,262 വീക്കിലി ബേസിസിൽ. ഓക്കെ, ഡേ ബേസിസിൽ. അത് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ 22,800 നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇനി മോളോട്ട് നോക്കിയാൽ ഇതാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഫസ്റ്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 24,806. ഇപ്പം നിലവിൽ കിടക്കുന്നത് 23,587 കിടക്കുന്നത്. ഓക്കെ, 1000 പോയിൻറ്റിൻ്റെ റാലി, 1300 പോയിൻറ്റിൻ്റെ റാലി ഞാൻ ഇതിന് മുകളിലോട്ട് വരയ്ക്കുന്നില്ല, ഇവിടെ കിടന്നോട്ട്. ഓക്കെ, ഇതിന് മുകളിലോട്ട് ഞാൻ വരയ്ക്കുന്നില്ല, ഇതിവിടെ കിടന്നോട്ട്. ഇപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ്സിൻ്റെ ഒരു ക്യാൻഡിലോട്ട് പോവാം.
5 മിനിറ്റ്സ് ക്യാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേ എത്ര കിട്ടും എന്നറിയാം. അപ്പം ഞാൻ കൂടുതലും സംസാരിക്കാനൊന്നുമില്ല. എന്തിനാ നിഫ്റ്റിയെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ബെയറിഷ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. നമ്മൾ മാർക്കറ്റ് പൊട്ടി താഴോട്ട് നിൽക്കുകയാണ്. അപ്പം ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാനിത് ഒന്ന് കനപ്പിച്ചിട്ടേക്കാം. പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ 23,262 എന്ന് പറഞ്ഞ റേഞ്ച്. 23,272, 23,250 കൂട്ടിക്കോ, 23,250. അതും പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ 22,800 വരെ പോവും. ആ പോക്ക് പോവാണ്. 23,000 വേണമെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. 23,000 പൊട്ടിയാൽ 22,800. ഓക്കെ, അതിൻ്റെ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ടറിയണം. 5 മിനിറ്റ് ക്യാൻഡിലോട്ട് മാറാം. 5 മിനിറ്റ് ക്യാൻഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതാ നോക്കൂ, ആ ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വരയ്ക്കാനില്ല. 22, 23, 262, 23, 631. ഇതിനകത്ത് ഇനി ഒരു ഇൻട്രാഡേ ഞാൻ വരയ്ക്കാൻ ഒരു 45 മിനിറ്റ്സിലോട്ട് മാറ്റി നോക്കട്ടെ. 45 മിനിറ്റ്സിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ വേണ്ട, നമുക്ക് 23,000 വരയ്ക്കാം. എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത്? 23,500. ഓക്കെ, 23,500 നമുക്ക് ഇനി അടുത്ത ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട്. 23,500. ആ 23,500 അത് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് മാത്രമേ അടുത്ത ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 23,500 അവിടെ കിടന്നോട്ടെ. ഈ ട്രെൻഡ് ലൈനും പൊട്ടിച്ച് 23,500 സപ്പോർട്ട് എടുക്കുമെന്ന് നോക്കുക. ഇത് പൊട്ടിയാൽ 23,500 പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത് 23,262 കാണാനുള്ളത്. ഇതിനൊരു ഇടത്താവളം എന്ന് പറയാൻ ഇത് വേണമെങ്കിൽ ഒരു ഇടത്താവളമായിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, ഒരു ഇടത്താവളമായിട്ട് നമുക്ക് വേണേൽ അതിനെ പരിഗണിക്കാം. എത്രയാണ്? 23,413. ഓക്കെ, അതും 23,413 വേണ്ട, ഇത് മതി. ഇതാ ഒന്നുകൂടെ നല്ലത്. 23,370. ഓക്കെ, 23,370 അതാണ് ഒന്നുകൂടെ ഒരു കറക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രാഡേ. പിന്നെ 23,500 പൊട്ടിയാൽ 23,370, അതും പൊട്ടിയാൽ 23,262. ഓക്കെ, പിന്നെ ഞാൻ ഇനി ഇൻട്രാഡേ വരയ്ക്കുന്നില്ല. അത്രയൊക്കെ മതി. അതിൽ കൂടുതലൊന്നും പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് അന്നേരം വരയ്ക്കണോ? നിങ്ങൾ വരയ്ക്കണമെങ്കിൽ ഇനി നമ്മുടെ കഷ്ടകാലത്തിനെങ്ങാണം തിരിച്ചു പോയാലോ? നിങ്ങൾ പിന്നെ എന്നെ പൊങ്കാലിട വന്നാൽ അതേ. ഇപ്പം എൻ്റെ സമയം ശരിയല്ല. 23,100 കറക്റ്റായിട്ട് അവിടെ തന്നെ വന്നു നിന്നു. 23,100. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇതിൽ കൂടുതൽ വേണ്ട ഇൻട്രാഡേ. അപ്പം മനസ്സിലായല്ലോ. ഇനി 5 മിനിറ്റിലോട്ട് പോയിട്ട് നമുക്ക് വരകൾ വരയ്ക്കാം. മുകളോട്ട് വരച്ചില്ലല്ലേ, സോറി. മുകളോട്ട് വരയ്ക്കാൻ ഫസ്റ്റ് ടാർഗറ്റ് ഇത്. തിരിച്ച് പറക്കുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അങ്ങ് പറന്ന് നോക്കോളൂ. ഇത് ഇവിടം വരെ വരും. ഫസ്റ്റ് ടാർഗറ്റ് 23,800 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, രണ്ടാമത്തേത് ഇത്. മൂന്നാമത്തേത് ഇത്. 23,160, 24,160. ഓക്കെ, 24,160. ഇത്രയുമാണ് മുകളോട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിൽക്കട്ടെ. നമുക്ക് ഇനി ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,587. ഇതിന് ഇൻട്രാഡേ നോക്കണ്ടേ? ഈ സാധനത്തിൻ്റെ ബ്ലൂ ആക്കണം. ഇതിനും ഈ ട്രെൻഡ് ലൈനും ഇടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 23,554. ഇതിനകത്ത് അല്ല, ഇത് വേണ്ട. നമുക്ക് ഈ 23,500 മതി. 23,500, 23,600. ഇപ്പം 23,587. ഓക്കെ, ഈ 23,500നും ഇടയ്ക്ക് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും അല്ലേ എനിക്ക് സംസാരിക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോ ട്രേഡിങ് സോണാണ്. ഇവിടുന്ന് ഒന്നുകിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ
1 2 3 ഈ 3 മതി. താഴോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 2 3 ഈ 3 മതി താഴോട്ട്. ഓക്കെ, ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് 23,100 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇവിടെ 22,800 റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 24,160 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് നിഫ്റ്റിയുടെ റേഞ്ച്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ മിഡ് ക്യാപ്പിനകത്ത് ഒരു സംഭവം കണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു മിനിറ്റ്, ഞാനൊന്ന് മിഡ് ക്യാപ്പ് ഒന്ന് നോക്കിക്കോട്ടെ. ഞാൻ അവിടെ എന്തോ ഒരു സംഭവം കണ്ടായിരുന്നു, ഡേ ടൈം ഫ്രെയിമിലാണെന്ന് തോന്നുന്നു. ഞാനത് പറയാൻ വിട്ടുപോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇല്ല ഒന്നുമില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയാൻ കോശി നമുക്ക്. ഓക്കെ, അപ്പം ലൈവ് മാർക്കറ്റിൽ ഇനി കാണാം. ഓക്കെ, അടുത്ത ആഴ്ച പറ്റുമെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് ലൈവ് വരാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുക. പഠിക്കാൻ ശ്രമിക്കുക. പഠിത്തം അല്ലാതെ കുറുക്ക് വഴി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നുമില്ല. പഠിക്കുക. അടുത്ത വർഷം ഞാൻ ചില പുതിയ സ്ട്രാറ്റജികളായിട്ടൊക്കെ വരുന്നുണ്ട്. കാരണം ഓപ്ഷൻ നമുക്ക് ഈ അടുത്ത ഫെബ്രുവരി മുതൽ ലോട്ട് സൈസൊക്കെ കൂട്ടുകയാണ്. അപ്പം നമുക്ക് എത്രത്തോളം ഓപ്ഷൻ ബൈങ്ങിന് നല്ല ക്യാപിറ്റലും വേണ്ടി വരും, എത്രത്തോളം നമുക്കത് താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ലോട്ട് സൈസ് കൂട്ടുമ്പോൾ നമുക്കൊരു 5 പോയിൻ്റ് വ്യത്യാസം വന്നാൽ തന്നെ നല്ല ലോസ് വരും. അല്ലെ ലാഭമാണെങ്കിൽ നല്ലപോലെ ലാഭം വരും, ലോസ് വരുവാണെങ്കിൽ എതിരെ പോവുകയാണെങ്കിൽ നല്ലപോലെ ലോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടുവേണം ചെയ്യാൻ. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തക്ക രീതിയിലുള്ളൊരു സ്ട്രാറ്റജി അല്ല എന്ത് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ.